കഴിഞ്ഞ ഒരാഴ്ചയായി കനത്തു പെയ്യുകയാണ് മഴ. ആശങ്കപ്പെടും വിധം ഡാമുകളിലോ നദികളിലോ ജലനിരപ്പ് ഉയരുന്നുണ്ടോ? അപകടകരമായ തരത്തിൽ ഒരു ഡാമിലും നിലവിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ബാണാസുര ഒഴികെ പ്രധാന അണക്കെട്ടുകളിലെല്ലാം സംഭരണ ശേഷിയുടെ 50%-ലും താഴെ മാത്രമാണ് നിലവിൽ വെള്ളമുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തു. ജലനിരപ്പ് 2350 അടി കടന്നു. എങ്കിലും ഡാമിലുള്ളത് സംഭരണ ശേഷിയുടെ 45% വെള്ളം മാത്രം. പമ്പയിലും ജലനിരപ്പ് ഉയരുന്നത് പതിയെയാണ്. സംഭരണ ശേഷിയുടെ 25% വെള്ളമാണ് ഡാമിലുള്ളത്. മധ്യ കേരളത്തിലെ പ്രധാന അണക്കെട്ടായ ഇടമലയാറിൽ 24 മണിക്കൂറിൽ 1.5 അടിയോളമാണ് ജലനിരപ്പ് ഉയർന്നത്. പകുതി പോലും വെള്ളം ഡാമിലില്ല. മലമ്പുഴയിലെ ജലനിരപ്പ് 109 മീറ്റർ. 44% വെള്ളമേ ഡാമിലുള്ളൂവെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങി. വയനാട്ടിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ ബാണാസുര ഡാമിലെ ജലനിരപ്പ് ഉയർത്തി. സംഭരണ ശേഷിയുടെ 56%-ലേറെ വെള്ളം ബാണാസുരയിലുണ്ട്. കൊല്ലം ജില്ലയിലെ കല്ലട ഡാമിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചെറിയ അണക്കെട്ടുകളായ മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. ഇരട്ടിയാർ ഒഴികെ സംഭരണ ശേഷിയുടെ അത്രത്തോളം വെള്ളമെത്തിയ ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. അപകടകരമായി ജലനിരപ്പ് ഉയരുന്ന പത്തനംതിട്ടയിലെ മണിമല, ഇടുക്കിയിലെ തൊടുപുഴ, തൃശൂർ ജില്ലയിലെ കരുവന്നൂർ, ഗായത്രി, കോഴിക്കോട്, കുറ്റ്യാടി നദികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് താഴുന്നുണ്ടെങ്കിലും മധ്യ വടക്കൻ ജില്ലകളിൽ നദികളിൽ വെള്ളം ഉയരുന്നതാണ് ആശങ്ക.